ഇന്ത്യൻ സിനിമയിൽ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുമെന്ന് പലരും കരുതിയ ചിത്രമാണ് കൽക്കി 2. പ്രഭാസിനെ നായകനാക്കി നാഗാർജുൻ സംവിധാനം ചെയ്ത് 2024 പുറത്തിറങ്ങിയ കൽക്കിയുടെ ആദ്യ ഭാഗം ബോക്സ് ഓഫീസിൽ 1000 കോടിയിലേറെ നേടിയിരുന്നു. മഹാഭാരത കാലത്ത് ആരംഭിച്ച AD 2898 വരെ നടക്കുന്ന കഥയാണ് ചിത്രത്തിൻ്റേത്. രണ്ടാം ഭാഗത്തിന് സൂചന നൽകിക്കൊണ്ടാണ് ചിത്രം അവസാനിച്ചത്. അടുത്തിടെ കൽക്കി 2വിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തു. അമിതാഭ് ബച്ചൻ്റെ സീനുകളാണ് ആദ്യ ഷെഡ്യൂളിൽ ചിത്രീകരിച്ചത്. കമൽഹാസനും ആദ്യ ഷെഡ്യൂളിൽ വരും ദിവസങ്ങളിൽ ജോയിൻ ചെയ്യും. എന്നാൽ ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സിനിമാ പേജുകളിൽ ചർച്ചാ വിഷയം. രണ്ടാം ഭാഗത്തിൽ മലയാളത്തിലെ ഒരു മുൻനിര നടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. കൽക്കിയുടെ ആദ്യ ഭാഗത്തിലും മലയാളി സാന്നിധ്യമുണ്ടായിരുന്നു. ദുൽഖർ സൽമാൻ അതിഥി വേഷത്തിൽ എത്തിയപ്പോൾ അന്നാബിനും ശോഭനയും ശക്തമായ വേഷമായി കൽക്കിയെ ഞെട്ടിക്കുകയും ചെയ്തു. രണ്ടാം ഭാഗത്തിൽ മറ്റൊരു താരമാണ് ഭാഗമാകുന്നത് എന്നതാണ് റിപ്പോർട്ട്. മഹാഭാരതത്തിലെ കാലഘട്ടത്തിൽ ഒരു കഥാപാത്രമായിട്ടാകും മലയാളി താരം പ്രത്യക്ഷപ്പെടുന്നതെന്ന് റിപ്പോർട്ടുണ്ട്. ഇതോടെ ആരാകും ഈ നടൻ എന്ന കാര്യത്തിൽ ആരാധകർ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ടൊവിനോ തോമസ്, പൃഥ്വിരാജ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. യോദ്ധാവിൻ്റെ വേഷം ചെയ്യാൻ നിലവിൽ ഈ രണ്ട് നടന്മാരാണ് ഏറ്റവും അനുയോജ്യർ എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. എന്നാൽ രാജമൗലി ഒരുക്കുന്ന വാരണാസി അടക്കം 4 സിനിമകൾ ലൈനപ്പിലുള്ള പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. പ്രശാന്ത് നീൽ NTR കോമ്പൗണ്ടിൽ ഉണ്ടാകുന്ന ഡ്രാഗണിലൂടെ ടോളിവുഡ് എൻട്രി നടത്തുന്ന ടൊവിനോയ്ക്ക് പലരും മുൻതൂക്കം കൽപ്പിക്കുന്നുമുണ്ട്. അന്യഭാഷയിൽ ഏതു തരം വേഷവും ചെയ്യുന്ന ജയറാമാണെന്നും ചിലർ സർക്കാസിലൂടെ കമന്റ് ചെയ്യുന്നുണ്ട്. രണ്ട് കാലഘട്ടത്തിലെ കഥ പറച്ചിൽ കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ച നാഗേഷിൻ എന്തെല്ലാം സർപ്രൈസുകളാണ് ഇത്തവണ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ്. എന്നാൽ രണ്ടാം ഭാഗത്തിന് ഷൂട്ടിംഗ് മുമ്പ് തന്നെ ചിത്രത്തിന് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നു. ആദ്യ ഭാഗത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ ദീപിക പദുകോൺ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകില്ലെന്നും വാർത്ത പലരെയും ഞെട്ടിക്കുകയും ചെയ്തു. നിർമ്മാതാക്കളുമായുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് ഇതിനു പിന്നിലെന്ന റിപ്പോർട്ടുകൾ. ദീപികയ്ക്ക് പകരം സായ് പല്ലവിയാകും രണ്ടാം ഭാഗത്ത് സുമതിയെ അവതരിപ്പിക്കുന്നത് എന്ന് റിപ്പോർട്ടുകളുണ്ട്.